കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ സുരേഷ് ബാബു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി കെ ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ 3 അടി മാത്രം പൊക്കമുള്ള ഗംഗാദേവി അവരുടെ ജീവിത ദുരന്തങ്ങൾ പറഞ്ഞുകൊണ്ട് കഥയല്ലത് ജീവിതത്തിൽ വന്നിരുന്നു. അവർ എന്താന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി, ഒരു ചെറിയ റീക്യാപ്പ്. ഗംഗാദേവിയെ ഓർമ്മയില്ലേ? പറക്കമുറ്റാത്ത 2 പിഞ്ചുമക്കളുടെ കൈപിടിച്ച് കഥയല്ലത് ജീവിതത്തിന്റെ വേദിയിലേക്ക് കയറി വന്ന് അവഗണനകളുടെ കഥ പറഞ്ഞ 3 അടി മാത്രം ഉയരമുള്ള പെൺകുട്ടി. ഒരു രേഖയ്ക്ക് ചെന്നാലും എന്നെ മാനസികമായിട്ട് പിടിപ്പിക്കുക. പൊക്കമില്ലാത്തവർക്ക് എന്തിനാ സ്ഥലം? സ്വന്തമായി 1 സെന്റ് ഭൂമിയോ ആനുകൂല്യങ്ങളോ BPL റേഷൻ കാർഡോ പോലും ഇല്ലാത്ത ദുരിത ജീവിതമായിരുന്നു ഗംഗാദേവിയുടേത്. ഭർത്താവ് അപകടത്തിൽപ്പെട്ടതോടെ പട്ടിണിയിലായ ഗംഗാദേവിയുടെ അവസ്ഥ കേട്ട് കഥയല്ലത് ജീവിതത്തിന്റെ വേദിയിൽ മാത്രമല്ല, കണ്ടിരുന്ന പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലും വേദന തളം കിട്ടി. പട്ടിണിയാ സാറ്, സത്യം പറഞ്ഞ പട്ടിണി. ഇവര് വന്നപ്പോ കണ്ടു എന്റെ അവസ്ഥ മൊത്തം. കറി കൂട്ടി കഴിക്കുന്നതും മുളകും കൂട്ടിയാ കഴിക്കുന്നത്. ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടില് സഖി കെട്ടി സാറേ, ഒരുപാട് സഖി കെട്ടിട്ടാണ് ഞാൻ ഈ സഹായം തേടി ഈ വേദിയിലേക്ക് ഞാൻ എഴുതിയത്. ആരോരുമില്ലാത്ത ഗംഗാദേവിയുടെ കുടുംബത്തെ സഹായിക്കാൻ കെൽസ പാനലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഥയല്ലത് ജീവിതം ടീം മുന്നിട്ടിറങ്ങി. അർഹമായ രേഖകളും ആനുകൂല്യങ്ങളും നേടിക്കൊടുത്തു. വീട് വെക്കാൻ വേണ്ടി 4 സെന്റ് ഭൂമി പ്രേക്ഷകരിൽ ഒരാൾ ഗംഗാദേവിക്ക് വാങ്ങി നൽകി. ഒപ്പം സാമ്പത്തിക സഹായങ്ങളുമായി കഥയല്ലത് ജീവിതത്തിന്റെ നല്ലവരായ പ്രേക്ഷകരും ചേർന്നതോടെ ഗംഗാദേവിയുടെ ജീവിതം മാറി മറിയുകയായിരുന്നു. കഥയല്ലത് ജീവിതത്തിന്റെ 1000 ലക്കങ്ങളുടെ ആഘോഷവേളയിൽ പ്രേക്ഷകർ നൽകിയ സാമ്പത്തിക സഹായം അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഗംഗാദേവിക്ക് സമ്മാനിച്ചു. എന്നെ സഹായിച്ച എല്ലാ ആൾക്കാരോടും, ചാനലുകാരെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് നല്ല നിലയിലായത്. ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം. പിന്നീട് ഗംഗാദേവിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. വീട് വെച്ച് വാർക്കയാണ്, 2 മുറി, അടുക്കള. ലോകം മൊത്തം എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാവരും വിളിക്കുന്നു. എറണാകുളവും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വീതം എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഒരുപാട് നന്ദി എല്ലാവരോടും ഉണ്ട്. ഇനി ഏറ്റവും കടപ്പാട് എനിക്ക് ഇവിടെ അമൃത TV വന്നതുകൊണ്ട് എൻ്റെ സ്വപ്നം എനിക്ക് നടന്നത്. നാളുകൾക്കിപ്പുറം സോഷ്യൽ മീഡിയയിലൂടെ ഗംഗാദേവി വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി. കഥയല്ലത് ജീവിതത്തിന്റെ വേദിയിൽ ഗംഗാദേവി പങ്കിട്ട ജീവിതാനുഭവങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയകൾ ഏറ്റവും അധികം അന്വേഷിച്ചത് ഗംഗാദേവിയുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഇന്നിതാ ഗംഗാദേവി വീണ്ടും കഥയല്ലത് ജീവിതത്തിന്റെ വേദിയിലെത്തുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ തിരക്കിയെത്തിയവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി. ഗംഗാദേവി വീണ്ടും കഥയല്ലത് ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ 2-3 ആഴ്ചയിനകം സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോ വൈറലായതിനു ശേഷം എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും ഗംഗാദേവിയെ ക്ഷണിക്കുകയാണ്. ഗംഗാദേവി,
വീടൊക്കെ ഇപ്പോൾ വെച്ചു അല്ലേ? ആ വീടൊക്കെ വെച്ചു. പിന്നെ ഇതിപ്പം നുജീബ് എന്ന് പറയുന്ന ഒരു മോനാണ് ഇത് ഫേസ്ബുക്കിൽ ഇട്ടത്. നുജീബ് എന്ന് പറയുന്നത് അത് മല്ലു മീഡിയ 1 എന്ന് പറഞ്ഞ ആ പേജിലാണ് ആ കൊച്ച് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ആ കൊച്ച് ഈ പ്രോഗ്രാം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന്. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ വെള്ളമില്ല, വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പിന്നെ സ്വന്തമായിട്ട് ഒരു വരുമാനം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ കൊച്ചാണ് ഇത് വീണ്ടും ഫേസ്ബുക്കിൽ ഇട്ട് ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം ഒരു 10 ലക്ഷം രൂപ അടുത്തോളം വന്നിട്ടുണ്ട്. അതിലിപ്പം നീ നോക്കിയില്ല ഇനി എത്ര വന്നിപ്പോൾ ഓരോരുത്തരും എല്ലാം മാസം ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സഹായിച്ച എല്ലാവർക്കും അമൃത ടിവിക്ക് പ്രത്യേക അന്ന് ഞാൻ പറയുന്നു. ഇത്തിരി ഒന്ന് തടിച്ചിട്ടുണ്ട്, മനസമാധാനം സന്തോഷം ഒന്ന് തടിച്ചു. ഏതായാലും അന്ന് പറഞ്ഞതല്ലോ, നമ്മള് ഇതിനു മുമ്പ് രണ്ടാമത് വന്ന സമയത്ത് നിങ്ങൾക്ക് 6 ലക്ഷം ഉറുപ്പ്യ മറ്റേ കിട്ടിയത്. 6 മൊത്തം 9 ലക്ഷം രൂപ കിട്ടി. അതില് നിങ്ങൾ ആ ഭർത്താവിന് എന്താണ് വാടകയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുന്ന സെന്ററിങ്ങിന്റെ ഉണ്ടായിരുന്നു, അത് മേടിച്ചു എന്ന് പറഞ്ഞു. അതിപ്പോ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അതൊക്കെ അത് പോയി. അതെല്ലാം എന്ത് പറ്റി? അത് ചെതലൊക്കെ അരിച്ചു, പിന്നെ പണിയൊന്നും കിട്ടാതെ വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. പിന്നെ വെള്ളം വരെ കാശ് കൊടുത്ത് വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് സംഭവിച്ചു. വീടിന് എത്ര ലക്ഷം ഉറുപ്പിയായി? അത് എല്ലാം കൂടെ നമുക്ക് അവിടുന്ന് ഒരുപാട് ചുമടുണ്ട്, അതിന് കുറെ കാശൊക്കെ പോയി. വീട് മുഴുവനും പണി അപ്പം ഇല്ല, ഇന്നിപ്പം ഈ കാശ് കൊണ്ട് എല്ലാരും അയച്ച കാശ് കൊണ്ട് ഇപ്പൊ വീട് പണി തുടങ്ങുക. എന്നുവെച്ചാൽ പുറശൊക്കെ ഒരുപാട് വീട് പണി ബാക്കി എന്തൊക്കെയല്ലേ? ഇനിയിപ്പം ടൈലിടണം, മട്ടിയൊക്കെ ഇടണം, പുറശെ തേക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം ആരംഭിച്ചു, പണിയെല്ലാം ആരംഭിക്കുക. ആ വീട്ടിൽ തന്നെയല്ലേ? അതെ, അവിടെ തന്നെയാണ് താമസം. നിത്യ വരുമാനം നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല? ഇപ്പൊ ഞങ്ങളൊരു വണ്ടി എടുത്തു, ഇത് എന്തെങ്കിലും കച്ചവടം എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി. എന്ത് വണ്ടി? ആപ്പ ഇല്ല, ആൽഫ എന്നും പറഞ്ഞ ഒരു ആപ്പ പുതിയ വണ്ടി എടുത്തു. അതാ പിക്കപ്പ് പോലത്തെ. അതിനിപ്പോ ഞങ്ങൾ സ്വന്തമായിട്ട് അത് സ്വന്തമായിട്ട് ഒരു വരുമാനമോ ഈ സഹായിച്ച എല്ലാവരോടും എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളത് എല്ലാവരും എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ എഴുമറ്റൂരുള്ള ഒരു ചേട്ടൻ ഗൾഫിലുണ്ട്. ആ ചേട്ടൻ്റെ ബോസാണ് ഞങ്ങൾക്ക് കുഴൽക്കിണർ കുത്തി തന്നു. പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. അത് പാറയാണ്, അതുകൊണ്ട് വെള്ളം കിട്ടത്തില്ല. അപ്പം ഇനിയിപ്പോൾ അത് കുഴൽക്കിണർ കുത്തുന്ന സമയത്ത് അവർക്ക് അറിയുമല്ലോ പാറയാണോ ഇല്ല നോക്കിയിട്ട് 2 പേരും വന്ന് നോക്കിയിട്ട് പറഞ്ഞ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളമില്ല. ഒന്നുമില്ല, ആ ഏരിയയിലെ വെള്ളമില്ല, എല്ലാരും കാശ് കൊടുത്ത് വാങ്ങിക്കുക. ഇപ്പം ജലനിധി പദ്ധതിയുടെ പ്രോഗ്രാം വന്നിട്ടുണ്ട്, അതിന്ന് എന്നെ ക്യാൻസൽ ആക്കി കളഞ്ഞ് പഞ്ചായത്ത്. അന്ന് 4000 രൂപ എൻ്റെ ഇല്ലായിരുന്നു കൊടുക്കാൻ, അതിന് പഞ്ചായത്തുകാർ അത് എൻ്റെ ക്യാൻസൽ ആക്കി. ഇപ്പൊ ഇത് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെനിക്കത് ചെയ്തു തരാൻ തയ്യാറാ. പിന്നെ അതുമല്ല, പിന്നെ തെറ്റായ മെസ്സേജുകൾ വരുന്നുണ്ട്. അത് പഞ്ചായത്തുകാരാ ആ വീട് വെച്ച് സ്ഥലവും മേടിച്ച് വീട് വെച്ച് തന്നത് അവരാണെന്ന് മുന്നേ തെറ്റായ രീതി കലക്ടറെല്ലാം വന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അവരല്ല വെച്ച് തന്നെ അമൃത ടിവിക്കാരും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ചേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്ന് വെച്ച വീടാന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്ന് പറയുന്ന പുന്നശ്ശേരി അച്ഛൻ സ്ഥലം വാങ്ങിച്ചു തന്നു. ഇപ്പം അച്ഛൻ പറയുന്നത് വീട് സ്ഥലം അച്ഛനാ വാങ്ങിച്ചു തന്നേന്ന്. ഇപ്പൊ ഇത് തെറ്റായ രീതി മാർഗത്തിലൂടെയാണ് ഇപ്പം മെസ്സേജുകൾ പൊക്കോണ്ടിരിക്കുന്നത്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാരെന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പം ഇപ്പൊ എതിരുകൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സ്വപ്നമാണ് യാഥാർത്ഥ്യമാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്നും ഞാൻ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ മാർഗം കണ്ടെത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചു. മുജീബ് എന്ന് പറയുന്ന ഒരു കൊച്ചാണ്, പിന്നെ ദീപ ചേച്ചി എന്ന് പറയുന്നത്, ആശാ ദീപ എന്ന് പറയുന്നത്, ആ ചേച്ചി എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും തുക എനിക്ക് വന്നത്. പിന്നെ ഇനി സഹായം വേണ്ട എന്ന് വെച്ചാൽ എന്നെക്കാട്ടി അർഹതപ്പെട്ട ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനു വേണ്ടി ഇനി എല്ലാവരും അവർക്ക് വേണ്ടി സഹായിക്കുക. എനിക്ക് ജീവിക്കാനുള്ള മാർഗം എല്ലാവരും തന്നിട്ടുണ്ട്. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ അത്ഭുതം പോലെ ഞാൻ ഓർക്കണത് തന്നെ. ഇപ്പം എല്ലാ ആൾക്കാരോടും 100 അതിൽ കൂടുതൽ ആൾക്കാരാണ് ഇപ്പം മുന്നോട്ട്. ഇനിയിപ്പോൾ എത്ര രൂപ ഇനി അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോയെന്ന്
എനിക്കറിയത്തില്ല, ഇനി ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ഓരോരുത്തരും മാസം ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലുള്ളവരൊക്കെ മാസം ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ ഈ എല്ലാം സഹായിച്ച ആൾക്കാരോടെല്ലാം എനിക്ക് ഒരുപാട് കൂടുതലും എനിക്ക് അമൃത ടി വിക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ ഉദ്ദേശം കൂടെയാണ് ഞാനത്. നിയമസഹായം മാത്രമല്ല, അർഹതപ്പെട്ടവർക്ക് അവരുടെ ജീവിതവും കൂടെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെ നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, അവരുടെ ജീവിതങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗംഗാദേവി. കാരണം ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ മീഡിയയിൽ വൈറലായതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഫോൺ കോൾസിൽ 3/4 ഫോൺ കോളും ഗംഗാദേവിയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണ്. അതെ, ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അമൃത ടി വി വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്നിട്ട് വിളിക്കുന്നവരോട് ഞാൻ കാര്യം പറയും. 2014 വന്നതല്ല, പിന്നെ പറയില്ല തട്ടിപ്പാ, അതൊന്നും പറയാൻ പാടില്ല. അതിനാണ് പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്വരവും ആ സ്വരവും കൂടെ യോജിച്ച് നോക്കിയിട്ടാണ് എല്ലാവരും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ തുടങ്ങിയത്. അപ്പം പറഞ്ഞു ഗംഗ എനിക്ക് അറിയാൻ പാടില്ല, എല്ലാവരും ഗംഗയ്ക്കുണ്ട്, ഈ ലോകം മൊത്തമേ ഉണ്ട്, ഇനിയും കരയാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും. പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ എന്നെ ദ്രോഹിച്ചവർക്ക് വരെ ഞാൻ നന്ദി വാക്ക് പറയുക. എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ വാതിക്കുള്ളവരെല്ലാം എന്നെ ഇപ്പോഴും ആക്ഷേപിക്കുക. പൊക്കമില്ലായ്മ എൻ്റെ കുറ്റം കൊണ്ടല്ല വന്നത്. എൻ്റെ വീടിൻ്റെ വാതിക്ക വന്നിട്ട് 3 പേരാണ് ഞങ്ങളുടെ വാതിക്ക വന്നിട്ട് ഇപ്പോഴും എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അത് പൊക്കമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വരിക സഹായിക്കാനായിരിക്കും വരുന്നത്, അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുക. എൻ്റെ വീടിൻ്റെ വാതിക്ക വന്നിട്ട് എന്നെ പക്രൂന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. അപ്പം എന്തുമാ നമ്മുടെ വേദന മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകുമെന്ന് അവരാരും അറിയുന്നില്ല. ഇപ്പോൾ ഒരു പെണ്ണിപ്പോൾ എന്നോട് മിണ്ടിയെന്ന് വെച്ചാൽ അവരോട് പിന്നെ മിണ്ടാൻ പാടില്ല. അതൊക്കെയാണ് അവിടുത്തെ അവർ പറയുന്ന കേട്ട് ആ സ്ഥലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളെന്ന്. അതൊക്കെ അവർ പറയുക, ഞങ്ങൾ പറയുന്നത് കേട്ട് നീ ഈ വാർഡിൽ താമസിച്ചാൽ മതിയെന്ന്. അതെന്താന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ ആരിവിടെ വന്നാലും ഞങ്ങൾ തിരിച്ചയക്കും. നീ അങ്ങനത്തെ പെണ്ണാണെന്ന് പറഞ്ഞാണ് വേറെ ചിത്രീകരിച്ചിട്ടാണ് തിരിച്ച് അയക്കുന്നത്. പക്ഷേ ഇവിടെ വന്നവരാരും എന്നെ വന്ന് കണ്ടിട്ട് എൻ്റെ കൈ വന്ന് പൈസ തന്ന ആൾക്കാരുണ്ട്. ഞങ്ങളതൊന്നും നോക്കുന്നില്ല ഗംഗേ, നിൻ്റെ പൊക്കക്കുറവ്, നിനക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, അതാണ് നോക്കി ഞങ്ങൾ ആരെന്തു വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ തെറ്റായ പ്രസിദ്ധീകരണമാണ് ഇപ്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ അവരെത്ര എതിർത്താലും ദൈവം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇപ്പം നിങ്ങൾ വീണ്ടും ഈ ഒരു എന്താ പറയുക, ഇത് വീണ്ടും വൈറലാവാനും ഇത്രയും ആൾക്കാർ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരു കരം നീട്ടി വന്നതും ആ ശക്തിയുള്ള കാരണം കൊണ്ടാണ്. ഈ 3 പേരല്ല, ഇനി 30,000 പേര് നിങ്ങളെ ദ്രോഹിക്കാൻ വിചാരിച്ചാലും ആ ശക്തിയുടെ മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഈ ജീവിതത്തിൽ കിട്ടേണ്ടത് തന്നിരിക്കും ഭഗവാൻ, അതിൽ യാതൊരു സംശയവുമില്ല. അതാണിപ്പോൾ ഈ കണ്ടത് മുഴുവനും. കാരണം നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് വളരെ വലിയൊരു വാക്കാണ്, എനിക്കിനി സഹായം വേണ്ട, എനിക്കിനി ഇതിന് അർഹതപ്പെട്ടവർ വേറെയുണ്ട്, അവരെ സഹായിക്കൂ എന്ന് പറഞ്ഞത് വലിയൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ് ഗംഗാദേവി. എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും നമുക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടെന്ന്. എത്രയോ പട്ടിണി കിടക്കുന്ന ആൾക്കാരും എന്തുമാത്രം ആൾക്കാരും അത് അനുഭവിച്ചറിഞ്ഞ ഒരാളുടെ വാക്കാണത്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മണ്ണ് വാരി തിന്നുന്ന മനുഷ്യൻ വരെ ഈ വയനാടുകളിലുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പോകാൻ പറ്റുവാണെങ്കിൽ എനിക്ക് കിട്ടിയ വീതത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. പാർട്ടിക്കാരെല്ലാം വന്നു. എന്നിട്ട് മെമ്പർ പറഞ്ഞു ഇവിടെ കുഴൽ കൊണ്ട് കുത്തിപ്പിക്കല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എതിർത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണം. വെള്ളം കിട്ടിയാലും കിട്ടിയില്ല പോലും എന്നെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. കുത്തി കാണിച്ചില്ലെങ്കിൽ പറയത്തില്ല ആ പൈസ കൊണ്ട് ലാഭിച്ചടിച്ചെന്ന് പറയത്തില്ലേ, അതുകൊണ്ട് അത് ഞാൻ പറയിപ്പിക്കത്തില്ല. എനിക്ക് വെള്ളം കിട്ടിയാലും കിട്ടിയില്ല പോലും ഞാൻ കുത്തുമെന്ന് പറഞ്ഞു. ചില മനുഷ്യർ നമ്മുടെ അവസ്ഥകളോ
ഒന്നും കണക്കാക്കാതാണ് നമ്മൾ ദ്രോഹിക്കുന്നത്. അത് പഞ്ചായത്തുകാർ എന്നാ വെച്ചാൽ പഞ്ചായത്തുകാരല്ലല്ലോ വീട് വെച്ച് തന്നത്. ഇവിടുത്തെ സഹായവും ഗൾഫിലുള്ള ചേട്ടന്മാരുടെ നല്ല മനസ്സുള്ള ആൾക്കാരെല്ലാം സഹായിച്ചാണ് വീട് വെച്ചിട്ട്. കളക്ടറിനോടൊക്കെ വിളിച്ചു പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഫണ്ടിൽ നിന്ന് എടുത്ത് വീട് വെച്ച് കൊടുത്തേന്ന്. കളക്ടർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പം ഞാൻ എല്ലാ രേഖകളും എടുത്ത് അങ്ങോട്ട് കാണിച്ചു. 2015 മുതലുള്ള അക്കൗണ്ടിൽ പൈസ വന്നത് വരെ ഞാൻ എടുത്ത് കാണിച്ചു. അന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് തെറ്റായ ഇതായിരുന്നെന്ന്. പാർട്ടിക്കാരെല്ലാം വന്നു. എന്നിട്ട് മെമ്പർ പറഞ്ഞു ഈ ഇവിടെ കുഴൽ കൊണ്ട് കുത്തിപ്പിക്കല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എതിർത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണം. വെള്ളം കിട്ടിയാലും കിട്ടിയില്ല പോലും എന്നെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. കുത്തി കാണിച്ചില്ലെങ്കിൽ പറയത്തില്ല ആ പൈസ കൊണ്ട് ലാഭിച്ചടിച്ചെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് അത് ഞാൻ പറയിപ്പിക്കത്തില്ല. എനിക്ക് വെള്ളം കിട്ടിയാലും കിട്ടിയില്ല പോലും ഞാൻ കുത്തുമെന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിക്കാർ വന്നു കുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വെള്ളമില്ല, കാശ് കൊടുത്ത് വാങ്ങിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇപ്പോൾ വെള്ളം കിട്ടില്ല അങ്ങനത്തെ ആ സ്ഥലത്തെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യമില്ല. പിന്നെ ജലനിധി പദ്ധതിയുടെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് വിടാൻ ആരും സമ്മതിക്കുന്നുമില്ല. അതാണ് പ്രശ്നം. അതെന്തോ അവിടെ പ്രശ്നമായിട്ട് കിടക്കുക. അതിപ്പോൾ അതെനിക്ക് തോന്നുന്ന ഈ കാശ് കൊടുത്ത് വാങ്ങുകയല്ലേ വെള്ളം? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കല്ല. അല്ല, അപ്പൊ അത് മുടങ്ങുമല്ലോ. ആ ലോബിയുടെ പ്രഷറായിരിക്കും ഈ വെള്ളം അങ്ങോട്ടേക്ക് എത്തിക്കാതിരിക്കുന്നത്. ഒരു ദിവസം എത്ര ഉറുപ്പ്യക്ക് വെള്ളം വാങ്ങും? ഇപ്പം 2000 ലിറ്ററിന് ഇപ്പം 600 രൂപയായി. 3000 ലിറ്റർ അടിപ്പിക്കുകയാണെങ്കിൽ 750 രൂപയോളം ആകും. അപ്പോൾ അതിപ്പോ 2000 വന്ന് നിങ്ങൾ ടാങ്കിൽ 3 ടാങ്ക് ഉണ്ട്. 3 ടാങ്കിലായിട്ട് ഫുള്ളാക്കി വെക്കും. അപ്പോൾ 2 ദിവസത്തേക്ക് ഒരാഴ്ചയോളം പോകും. പോകും. അപ്പോൾ ഒരു 600 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ അത് 3400 ഉറുപ്പ്യ ഒരു മാസം നിങ്ങൾക്ക് വെള്ളത്തിന് മാത്രം 3500 ഉറുപ്പ്യോളം വരും. 4000 ഉറുപ്പ്യോളം വരും. ശരി. ഇപ്പൊ ഏതായാലും ഈ വണ്ടി എടുത്തത് ഓടുന്നുണ്ടോ? മിനിഞ്ഞാന്ന് എടുത്തത്. ഇപ്പം എല്ലാം സ്വന്തമായിട്ട് ഒരു വരുമാനം നമുക്ക് എല്ലാവരും ചെയ്തു തന്നു. പിന്നെ അതുമായിട്ട് മുന്നോട്ട് ജീവിച്ചു. ഇനിയും ആരുടെയും നമുക്ക് അർഹതപ്പെടാൻ പറ്റത്തില്ല. ഇത്രയും ആൾക്കാർ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഒരുപാട് എല്ലാവരുടെ മുന്നിൽ ഞാൻ കൈ നീട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. പിന്നെ നല്ലവരായ ചങ്ങനാശ്ശേരിയുള്ള ആൾക്കാരെല്ലാം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ വിഷയം. പിന്നെ ചങ്ങനാശ്ശേരിയുള്ള ആൾക്കാരെല്ലാം ഒരുപാട് സത്താരിക്ക, താജിക്ക എന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ. അനീഷ് അണ്ണൻ, അത് മണ്ഡലം പ്രസിഡൻ്റാണ്. പുള്ളിക്കാരനെ ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ച ഗൾഫിലുള്ള ചേട്ടന്മാരോടും അനിയന്മാരോടും അമ്മമാരോടും ചേച്ചിമാരോടും അനിയത്തിമാരോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്നെപ്പോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് അവരെയും കൂടി സഹായിക്കുവാൻ ഞാൻ എല്ലാവരോടും പറയുക. ഭർത്താവിന് എങ്ങനെയുണ്ട്? ഭർത്താവിന് അതുപോലൊക്കെ തന്നെ. ചികിത്സ വല്ലതും ചെയ്തു? ഇല്ല, അതിനും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു വണ്ടി എടുത്ത് ഒരു ഡ്രൈവറെ കൂടെ വെക്കാനുള്ള പ്ലാനിൽ നിൽക്കുക. എന്നാലും ഒരു സ്വന്തം വരുമാനം ആകുമല്ലോ. മറ്റേ ഭർത്താവ് ഇപ്പോൾ വീട്ടിലൊക്കെ വീട്ടില് കൈക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്യാവശ്യം അവിടെ ഇരുന്നിട്ട് ഇപ്പൊ പിള്ളേരെ ഞാൻ ഏൽപ്പിച്ചിട്ടാ വന്നത്. ഈ വലത്തെ കൈനായിരുന്നു? അതെ. അത് തീരെ ഒന്നും ചെയ്യാൻ ഇല്ല, അതിന്റെ താന്ന് കിടക്കും. അത് ശരിക്കും കാണാം. അകത്ത് ഞരമ്പ് വിട്ടുപോകുന്നുണ്ട്, യോജിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ശരി. അത് കണ്ടിരിക്കുന്ന വല്ല പ്രേക്ഷകരുടെ ഇടയിൽ വല്ല ന്യൂറോ സർജനോ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വളരെ ഇത് പ്രോബബ്ലി വളരെ സ്പെഷ്യലിസ്റ്റിന്റെ ജോബായിരിക്കും. ഇവർ പോയി കണ്ടിട്ടുള്ള ഡോക്ടേഴ്സ് ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കില്ല. ഏതായാലും നോക്കാം, അതും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാവണം. പിന്നെ ഞാനൊരു ലോട്ടറി തട്ടിടാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്യുന്നു. എനിക്കും കൂടെ ഒരു ജോലി, അത് ഭർത്താവിന് ഇരിക്കാമല്ലോ. എനിക്കും അണ്ണനും കൂടെ ആണെങ്കിൽ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അത് ഓച്ചിറയിലൊരു ചേട്ടന് 29-ാം തീയതി ചെല്ലേ പൈസ തരാം തട്ടടിക്കാനും പിന്നെ ലോട്ടറി ടിക്കറ്റ് മേടിക്കാനുള്ള കാശും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ അത് 29-ാം തീയതി പോയി വാങ്ങിക്കണം. അവർ കയ്യിലേ തരുവുള്ളൂ. ചിലരൊക്കെ കൈ കൊണ്ട് തരും. പിന്നെ ആലപ്പുഴയിൽ നിന്ന് വന്ന് കുറേ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് അരി സാധനങ്ങളെല്ലാം കൊണ്ട് തന്നു. പിന്നെ എല്ലാവരും കൂടുതലും അക്കൗണ്ടിലോട്ടാണ് പൈസ ഇടുന്നത്. ഈ അക്കൗണ്ടിൽ ഇടുന്ന പൈസ നിങ്ങൾ വളരെ ഇതായിട്ട് നന്നായിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് എല്ലാ മാസവും ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാവും.
അതും കൂടി നിങ്ങൾക്ക് കണക്കാക്കാം. മൊത്തം ചെലവാക്കുന്നതിന് പകരം പിള്ളേരുടെ പേരിൽ ഇടാനാ. ഞാനിപ്പോ മരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ കാശുണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നോക്കത്തുള്ളൂ. എത്ര വയസ്സായി മൂത്ത കുട്ടിക്ക്? ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 4 വയസ്സും. രണ്ടുപേരും സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ? തുടങ്ങി. രണ്ടുപേരും സ്കൂളിൽ പോയി തുടങ്ങി. അന്ന് രണ്ടുപേരും തുടങ്ങിയിട്ടില്ലായിരുന്നു, രണ്ടാമത്തെ ചെറിയ കുഞ്ഞായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. ഇപ്പോൾ 2ാം ക്ലാസ് ആയോ മൂത്ത മകൾ? ഒരാൾ 1ലും ഒരാൾ LKG. ഒരാൾ 1ലും. നല്ല സ്കൂളിലാണ്? കുഴപ്പമില്ല, അവരൊക്കെ നല്ല ഹെൽപ്പാണ്. അതല്ലേ? അരിയൊക്കെ തന്നു വിടുകയൊക്കെ ചെയ്യും. അവിടുന്ന് നല്ല ഹെൽപ്പായിരുന്നു. അവർ പഠിക്കട്ടെ, പഠിച്ച് നന്നായി വരട്ടെ, അത്രേ നമുക്കിപ്പോൾ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിക്കാനുണ്ടായിരുന്നെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ഭഗവാന്റെ ഒരു ഇതാണ്. പിന്നെ ഒരു നിമിത്തമാവും നമ്മളൊക്കെ. അങ്ങനെയാണ് അമൃത TV ഒരു നിമിത്തമായി. നിങ്ങൾക്ക് നല്ലത് വരാനുള്ള ഒരു നിമിത്തമായി. ഞങ്ങൾ മുഖാന്തരേണയാണ് അത് വന്നത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അമൃത TVക്കാരും ഗൾഫിലുള്ള ചേട്ടന്മാരൊക്കെ സഹായിച്ചവർക്കും അവർക്കൊരു വിലയില്ലേന്ന് ചോദിച്ചു. പഞ്ചായത്തുകാർ വീട് സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് വില? ഞാൻ പറഞ്ഞാൽ അവർ കാരണം മുഖേനയാണ് എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളുണ്ടായത്. കഷ്ടപ്പെട്ടു ഓരോരുത്തരും മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടു അതിൻ്റെ വീതമാണ് എനിക്ക് തന്ന് ഈ പേര വച്ചേക്കുന്നതെന്ന് പറഞ്ഞു. പാർട്ടിക്കാരെല്ലാവരും വന്ന് അന്വേഷണം നടത്തി എന്നുവെച്ചാൽ ഇത് പഞ്ചായത്തുകാരാണോ വിച്ച് തന്നേന്നൊക്കെ ചോദിച്ചു. പിന്നെ വേറെ എല്ലാം പന്ന മെസ്സേജുകളാണ് എല്ലാവർക്കും വിട്ടുകൊടുക്കുക. ഒരു തടിയും പൊക്കമുള്ള പെണ്ണാണെങ്കിൽ പോലും വേണ്ടിയില്ല സാറ്, ഞാൻ എങ്ങനെയും കേൾക്കാം. നമുക്ക് അത് നമ്മളെ ആക്ഷേപിക്കുന്ന തുല്യമാണ് ആ വേറെ രീതി സംസാരിക്കുന്നത്. അതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴും അവരെന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീടിൻ്റെ വാതിക്ക വന്നിട്ടാണ് ഞാൻ കളിയാക്കുന്നത്. നമുക്ക് കഷ്ടപ്പെടാൻ പറ്റിയില്ലല്ലോ. അവർ കഷ്ടപ്പെട്ട് അവർക്ക് 100 കാര്യങ്ങളും ഒക്കെ ഒഴിച്ചിട്ടാണ് നമുക്കും കൂടെ സഹായം ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ അനാഥായിട്ട് കളയാൻ പോയ ദൈവം പോലും നമ്മളോട് പൊറുക്കത്തില്ല. അത് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ. പറഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച ഞാൻ മിക്കവാറും അമൃത TV പോയി നന്ദി പറയണം. ഈ ലോകം മൊത്തം എനിക്ക് അറിയിക്കണം. സഹായിച്ചവരെയും അമൃത TVക്കാരെയും എല്ലാവരും നന്ദി എനിക്ക് പറയണം. അതിൻ്റെ പിറ്റേ ദിവസമാണ് ചേട്ടനെ വിളിക്കുന്നത്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞാൻ വരണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു, അന്നേരമാണ് വിളിച്ചത്. ഈ നിയമം എന്ന് പറയുന്നത് തന്നെ ശരിക്കും എന്താണ്, മനുഷ്യർക്ക് അവരുടെ സന്തോഷപ്രദമായി അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായി ജീവിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് നിയമം. അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ പടം കണ്ടിട്ട് ഇപ്പോൾ ഈ ഗംഗാദേവിയെ കാണുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഗംഗാദേവിയുടെ കയ്യിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ അമേരിക്കയിലെല്ലാം ഇതിനുള്ള പുതിയ അഡ്വാൻസ് ടെക്നോളജി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആരെങ്കിലും അതിനും ഗംഗാദേവിക്ക് ഒരു പരിഹാരം തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.